വിധി തീർത്തും സന്തോഷപ്രദമാണ്. ട്രയൽ കോടതിയുടെ വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഈ കേസിൽ മുഖ്യ തെളിവുകൾ സയൻറ്റിഫിക് എവിഡൻസാണ്. ആ 4 സയൻറ്റിഫിക് എവിഡൻസുകൾ DNA ഉണ്ട്, 4 DNA ഉണ്ട് പ്രതിയുടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റ് സയൻറ്റിഫിക് എവിഡൻസും പ്രതിയുടെ മറ്റ് സംഭവത്തിന് ശേഷമുള്ള പ്രതിയുടെ കോണ്ടാക്റ്റ്, അത് ഈ കേസിൽ പ്രതി പെട്ടെന്ന് ഇവിടെ സ്ഥലം വിട്ട് പോവുകയാണ്. പിന്നീട് പ്രതിയെ കാഞ്ചീപുരത്ത് നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയാണ്, അത് കസ്റ്റഡിയിലെടുക്കുകയാണ്. അത് കണ്ടെത്തുന്നത് പ്രതി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിനെ ട്രാക്ക് ചെയ്തിട്ടാണ് പ്രതിയെ കണ്ടെത്തുന്നത്. 1.5 മാസം കഴിഞ്ഞിട്ടാണ് പ്രതിയെ കണ്ടെത്തുന്നത്. അതിനു മുമ്പേ തന്നെ ഈ എല്ലാ തെളിവുകളും ശേഖരിക്കുകയും സയൻറ്റിഫിക് എവിഡൻസ് പ്രതിയുടെ DNA വെളിവാകുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് തന്നെ പറഞ്ഞിരുന്നത് ഈ തുടക്കകാലത്തിലുണ്ടായിരുന്ന വലിയ വിവാദങ്ങൾ, ആക്ഷേപങ്ങളെല്ലാം പറഞ്ഞു ഇതിൽ സാക്ഷികളില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചു. തികച്ചും സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് കേസിനെ സമീപിച്ച ഒരു കേസ് കൂടിയായിരുന്നത്. എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു അത്? തീർച്ചയായിട്ടും ഇതിൽ പ്രാഥമികമായിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ ശേഖരിച്ച തെളിവുകൾ തന്നെയാണ് ഈ കേസിലെ മുഖ്യ തെളിവുകൾ. സംഭവം ഉണ്ടായ ഉടനെ തന്നെ ശേഖരിച്ച 3-4 ദിവസങ്ങളിൽ ശേഖരിച്ച തെളിവുകളാണ് ഈ കേസിൻ്റെ അടിസ്ഥാനം. ആ കേസ് അതിൻ്റെ പിൻബലത്തിലാണ് അന്വേഷണം തുടർന്നു പോകുന്നത്. തീർച്ചയായിട്ടും ആദ്യകാലത്ത് ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള അന്വേഷണം. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ട് ദിശയിലേക്കുള്ള അന്വേഷണം കൊണ്ടുപോകുവാനും പ്രതിയെ കണ്ടെത്തുവാനും ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു മുന്നോട്ട് പോകും സുപ്രീം കോടതിയിലടക്കം പ്രതിക്ക് അപ്പീൽ പോകാമല്ലോ. സുപ്രീം കോടതി പ്രതിക്ക് അപ്പീൽ